സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ഹരി ഓം. ഹരി ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. അമൃതസ്വരൂപികളായ ഭക്തജനങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും പാദാരവിന്ദങ്ങളിൽ ഭാരതീയ സനാതന സംസ്കൃതിയുടെയും മഹത്തായ ഹൈന്ദവ സന്യാസ പാരമ്പര്യത്തിൻ്റെയും പേരിൽ ഞാൻ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. മഹത്തായിരിക്കുന്ന ഈ സത്രവേദിയിൽ എത്തിച്ചേരുവാൻ അനുഗ്രഹിച്ച പരമപൂജനീയ ഭൂമാനന്ദ സ്വാമി തൃപാദങ്ങൾ നമസ്കരിക്കുന്നു. ഈ വേദിയിലേക്ക് ക്ഷണിച്ച വിജയൻ മേനോൻ സാറ് തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തകർക്കും നമസ്കാരങ്ങൾ അർപ്പിക്കുക. ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 6, 7, 8, 9 അധ്യായങ്ങളിലായി പടർന്നു കിടക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. വളരെ ലളിതവും കേൾക്കുവാൻ രസമുള്ളതും അതോടൊപ്പം തന്നെ ആധ്യാത്മിക ഭൗതിക ജീവിത തലങ്ങളിൽ അത്യന്തം പ്രയോജനപ്രദവുമായ ഒരു ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. യദുവംശത്തിലെ കുലപിതാമഹനായ യദു മഹാരാജാവ് യാദൃശ്ചികമായിട്ട് ആണ് അവധൂത ബ്രഹ്മനെ കാണുന്നത്. അവധൂതൻ എന്നാൽ സന്യാസി എന്നാണ് അർത്ഥം. സർവസംഘ പരിത്യാഗിയായ സന്യാസിയാണ് അവധൂതൻ. സന്യാസത്തിൽ പലതരം വൃത്തികളുണ്ട്. കുടീചകൻ, അവധൂതകൻ, ബഹൂതകൻ, ഹംസൻ, പരമഹംസൻ എന്നൊക്കെ വൃത്തിഭേദങ്ങളുണ്ട്. അതിലൊന്നാണ് അവധൂതവൃത്തി. യാതൊന്നിനോടും സംഘമില്ലാതെ, ഒന്നിനോടും ചേർച്ചയില്ലാതെ, എല്ലാത്തിൽ നിന്നും വേറിട്ട് തന്നിൽ ആത്മാവിനെ മാത്രം അറിഞ്ഞുകൊണ്ട് ബാഹ്യ വിഷയ പദാർത്ഥങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലാതെ സഞ്ചരിക്കുന്ന വൃത്തി സ്വീകരിച്ചിട്ടുള്ള സന്യാസിയാണ് അവധൂതൻ. അങ്ങനെ ഒന്നും തനിക്കില്ലാതിരുന്നിട്ടും ഏറെ സന്തോഷവാനായി ലോകത്ത് സഞ്ചരിക്കുന്ന അവധൂതനെ കണ്ടിട്ട് യദു മഹാരാജാവ് ആശ്ചര്യപ്പെടുകയാണ്. മനുഷ്യൻ ലോകത്ത് പ്രയത്നിക്കുന്നതെല്ലാം സുഖത്തിനു വേണ്ടിയിട്ടാണ്, സന്തോഷത്തിനു വേണ്ടിയിട്ടാണ്, ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. താനൊരു രാജാവായിരുന്നിട്ടും യദുകുലത്തിലെ മഹാനായ ചക്രവർത്തിയായിരുന്നിട്ടും ലോകത്തിലെ എല്ലാവിധമായ സുഖസൗകര്യങ്ങളും തനിക്കുണ്ടായിട്ടും പൂർണ്ണമായിരിക്കുന്ന ആനന്ദം, സന്തോഷം, സംതൃപ്തി, ആഹ്ലാദം ഉണ്ടാകുന്നില്ല.
എന്നാൽ ഭൗതിക പദാർത്ഥങ്ങളും വിഷയസുഖങ്ങളും ഒന്നും അനുഭവിക്കാനില്ലാത്ത അവസ്ഥയിലും എങ്ങനെയാണ് അങ്ങ് പരമമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്നത്? അത് ആശ്ചര്യകരവും അത്ഭുതവുമായ കാര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വിശദീകരിച്ച് തരണം എന്നുള്ളതിന് മറുപടിയായിട്ട് ഇത് മഹാരാജാവിനോട് അവധൂത സന്യാസി, അവധൂത ബ്രഹ്മൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഭാഗവത സത്രങ്ങളിലും സപ്താഹയജ്ഞങ്ങളിലുമൊക്കെ ധാരാളം നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. മഹത്തായിരിക്കുന്ന ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഭക്തന്മാർക്ക് അവയെല്ലാം അറിവുള്ളതുകൊണ്ട് വളരെ ഹ്രസ്വമായ രീതിയിൽ അതിലൂടെ കടക്കുകയാണ്. 6-ാം അധ്യായത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണ സംബന്ധമായ ചർച്ചകളൊക്കെ ഉണ്ടാകും. ഭഗവാൻ അവതരിച്ചിട്ട് 125 വർഷം കഴിഞ്ഞു. ധർമ്മത്തെ പുനഃസ്ഥാപിച്ചിട്ട് തൻ്റെ അവതാര ഉദ്ദേശം നിറവേറ്റിയിട്ട് മടങ്ങാൻ ഒരുമ്പെടുമ്പോൾ ഓരോരുത്തർക്കും വേണ്ട കർത്തവ്യങ്ങൾ ഭാവിയിൽ എന്തെന്ന് നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഉദ്ധവരോട് പറയുകയാണ്, ഉദ്ധവരും ഭഗവാന്റെ കൂടെ പോകുവാൻ ഒരുങ്ങുമ്പോൾ ഭഗവാൻ പറയുകയാണ്, ഉദ്ധവരെ പോലുള്ളവർ ലോകഹിതാർത്ഥം ഭൂമിയിൽ വേണം. എങ്ങനെയാണ് ഈ ലോകത്ത് ലോകവ്യവഹാരത്തിൽ ഏർപ്പെടുകയും മനസ്സ് പൂർണ്ണമായും ആത്മാവിൽ ലയിപ്പിച്ച് നിർത്തുവാൻ കഴിയുന്നത് എന്ന് ഉദ്ധവരുടെ സംശയത്തിന് മറുപടിയായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ യദു അവധൂത സംവാദം പറയുന്നത്. 151 ശ്ലോകങ്ങൾ വിസ്തരിച്ച് ഈ വിഷയത്തിൽ പ്രതിപാദിക്കുന്നതുകൊണ്ട് നമ്മൾ ഹ്രസ്വമായിട്ടാണ് അതിൽ കിടക്കുന്നത്. വിഷയം പ്രധാനമായിട്ടിതാണ്. ബഹുവിധമായിരിക്കുന്ന വിഷയപദാർത്ഥങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം. ഈ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ, ഈ ലോകത്തെ അനുദിന വിഷയങ്ങളുമായി സംവദിക്കുമ്പോൾ നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാകാം. സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ജീവിതം. അധികവും നമുക്ക് ലഭിക്കുന്നത് ലോകത്തിൽ നിന്ന് ദുഃഖമാണ്. അങ്ങനെ ദുഃഖപൂരിതമായ ഈ ലോകത്തിലെ വ്യവഹാരങ്ങൾ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണ് മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ആത്മാഭിമുഖമാക്കി വയ്ക്കുന്നത്? എങ്ങനെ അതിന് കഴിയും? എങ്ങനെയാണ് ഓരോ പാഠങ്ങളും അതിന് നാം പഠിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാന വിഷയം. അതിന് അവധൂതൻ പറയുകയാണ്, ഞാനിതൊക്കെ പഠിച്ചത് ഗുരുക്കന്മാരിൽ നിന്നാണ്. ആരാണ് ഗുരു എന്ന് അദ്ദേഹം പറയുന്നത് വിചിത്രമായിട്ടാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗുരു എനിക്ക് ഉപദേശിച്ചു തന്നതല്ല. മറിച്ച് ലോകത്തിൽ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ലോകത്തിൽ നമ്മളുമായി സംബന്ധത്തിൽ വരുന്ന വിവിധ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ്. ശ്രദ്ധിക്കുക, ഗുരുക്കന്മാർ പലതരത്തിലുണ്ട്. കാര്യഗുരുവും കാരണഗുരുവും സംബന്ധഗുരു. ഗുരുക്കന്മാർ നമുക്ക് ആത്മാവിനെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമമായ ഉപദേശങ്ങൾ തരുന്നവരുണ്ട്. ആ ഉപദേശങ്ങൾ കൊണ്ട് പരമമായിരിക്കുന്ന വസ്തുവിനെ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നില്ല. ഉപദേശങ്ങൾ തരും. മറ്റു ചില ഗുരുക്കന്മാരാകട്ടെ നമുക്ക് മാർഗം പറഞ്ഞു തരും, ഉപദേശം തരികയില്ല. ഇന്നയാളിനെ പോയി കാണുക, ഇന്നതൊക്കെ ചെയ്യുക എന്ന് പറയും. 2 ഗുരുക്കന്മാർക്കിടയിൽ സംബന്ധമായിട്ട് മാത്രം അവർ നിൽക്കുന്നേ ഉള്ളൂ. നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഉപദേശിക്കുന്ന ഗുരുവുണ്ട്, ഉപദേശകൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള വഴി തെളിക്കുന്നതായ ഗുരുക്കന്മാരുണ്ട്. പൂർണ്ണനായ ഗുരുവാകട്ടെ പരമമായ ആത്മാനുഭവം നമുക്ക് ഉണ്ടാക്കിത്തരും. ഉദാഹരണത്തിന് പായസം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഒരാൾ തിയറിയായിട്ട് പഠിപ്പിക്കുന്നു. മറ്റൊരാൾ അത് പഠിപ്പിക്കുന്ന ഉണ്ടാക്കുന്ന ആളിൻ്റെ അടുത്തേക്ക് നമ്മളെ പറഞ്ഞു വിടുന്നു.
മറ്റൊരാളാകട്ടെ അത് നമുക്ക് കുടിക്കുവാൻ തരും. ഈ 3 ഭേദമുണ്ട്. അപ്പോൾ ഉപദേശങ്ങൾ കൊണ്ട് നമുക്ക് പ്രത്യക്ഷമായ അനുഭവം ഉണ്ടാകണമെന്നില്ല. അതിന് നമ്മൾ സ്വയം പഠിക്കണം, അനുഭവിക്കണം. അവധൂതൻ പറയുന്നു, ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ കൊണ്ടല്ല എനിക്ക് ഈ ആനന്ദത്തെ അനുഭവിക്കുവാൻ കഴിഞ്ഞത്. ഞാൻ ലോകത്തിൽ കാണുന്ന ഓരോന്നിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ആരൊക്കെയാണ് ആ ഗുരുക്കന്മാർ എന്ന് എന്നോടും ഒന്ന് പറയുക. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, പ്രാവ്, പെരുമ്പാമ്പ്, സമുദ്രം, പാറ്റ, വണ്ട്, തേനീച്ച, ആന, മധുഹാരി, മാൻ, മീന്, പിങ്കള, കുരരപ്പക്ഷി, ബാലൻ, കുമാരി, ഇഷുകാരൻ, സർപ്പം, എട്ടുകാലി, വേട്ടാളൻ, ഇവയാണ് എൻ്റെ ഗുരുക്കന്മാർ. ഒടുക്കം എൻ്റെ ഈ ശരീരം തന്നെ എനിക്ക് പ്രധാന ഒരു ഗുരുവായി തീർന്നു എന്ന് ഉപദേശിച്ചിട്ട് ഇവരെല്ലാം ഗുരുക്കന്മാരായി സ്വീകരിച്ചിട്ടുള്ള തനിക്ക് ഓരോന്നിൽ നിന്നും എന്തു പാഠമാണ് ഉപയോഗിക്കുവാൻ കഴിഞ്ഞത് എന്ന് പറയുകയാണ്. അതിനെയാണ് ഇനി വിസ്തരിക്കുന്നത്. 24 ഗുരുക്കന്മാർ എന്നും അവധൂത ഗീതയെന്നും ഒക്കെ ഈ ഭാഗത്ത് പറയുവാറുണ്ട്. ആദ്യമായിട്ട് ഭൂമിയിൽ നിന്ന് എന്താണ് പഠിച്ചത്? ഇവിടെ പ്രധാനമായും നാം അറിയേണ്ടത് ഇതിലെ പകുതി ഭാഗങ്ങൾ യോഗി സമാനമായ ജീവിതവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിട്ടുള്ള, ബാക്കി ഭാഗങ്ങൾ ലോകവ്യവഹാരത്തിൽ വ്യാപരിച്ചിരിക്കുന്നവരെ കുറിച്ചിട്ട്. ഭൂമിയിൽ നിന്ന് പഠിച്ചത് ക്ഷമയാണ്, സഹന ശക്തിയാണ്. ഭൂമിക്ക് പല തലങ്ങളുണ്ട്: സമതലങ്ങൾ, താഴ്വരകൾ, കുന്നുകൾ, മലകൾ, പുഴകൾ, ഇങ്ങനെയെല്ലാം നിറഞ്ഞതാണ്. പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. മനുഷ്യന്, പശുപക്ഷി, മൃഗാദികളെല്ലാം ഉണ്ട്. ഇവയെല്ലാം തന്നെ ഭൂമിയെ അവരുടെ ഉപഭോഗ വസ്തുവായി കരുതിക്കൊണ്ട് വെട്ടുകയും കിളയ്ക്കുകയും ഉഴുതുമറിക്കുകയും തടാകങ്ങൾ നിർമ്മിക്കുകയും മൂടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഭൂമി ഒന്നും പ്രതിഷേധിക്കുന്നില്ല. ഭൂമിയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഭൂമിയെ എല്ലാവരും ഉപഭോഗ വസ്തുവായി കരുതി പ്രവർത്തിക്കുകയാണ്. ഭൂമിയെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഭൂമിയാകട്ടെ ഒന്നിലും പ്രതിഷേധിക്കുന്നില്ല. എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നു. തനിക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെയും തൻ്റെ കർമ്മവശാൽ ഉണ്ടായതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളില്ലാതെ ഇരിക്കുന്ന സഹനാവസ്ഥയാണ് ഭൂമിയിൽ നിന്ന് പഠിച്ചത്. ഇതുപോലെ സത്യാന്വേഷി, ആത്മാന്വേഷി, സാധകൻ, ഒരു യോഗി ലോകത്തിൽ താൻ വ്യവഹരിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ മറ്റുള്ളവരിൽ നിന്ന് തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡാനുഭവങ്ങളെ പ്രതികാരമില്ലാതെ, പ്രതിഷേധമില്ലാതെ എല്ലാം തൻ്റെ പൂർവകർമ്മ വശാൽ തനിക്ക് ഉണ്ടായതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയണം. അങ്ങനെയുള്ള ക്ഷമ ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ കർമ്മഫലം മാത്രമാണ്. മറ്റൊരാൾ അതിന് ഉത്തരവാദിയല്ല. തനിക്കുള്ള സുഖദുഃഖങ്ങളൊക്കെയും മുമ്പ് ഞാൻ ചെയ്തതിൻ്റെ ഫലമാണ്, മറ്റൊരാൾ അതിന് ഉത്തരവാദിയല്ല എന്നുള്ള വിചാരത്തോടുകൂടി, സഹനശക്തിയോടുകൂടി, ക്ഷമയോടുകൂടി വേണം ഒരു സാധകൻ ലോകത്തിൽ വ്യവഹരിക്കുവാൻ എന്നാണ് ഭൂമിയിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്ന്. ഭൂമിയോളം ക്ഷമിക്കുക എന്നുള്ള തത്വം ഒരു സാധകന്, ഒരു സത്യാന്വേഷി, ഒരു ഈശ്വരഭക്തന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കഥകൾക്ക് നാം പ്രാധാന്യം കൊടുക്കണം. ആ കഥയിലല്ല,
മറിച്ച് അതിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊണ്ട് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ട് സാധകന് വേണ്ട ഒരു ഗുണം ക്ഷമയും സഹനശക്തിയുമാണ്. രണ്ടാമതായി വേണ്ട പ്രധാന ഒരു ഗുണം അനാസക്തിയാണ്. ഒന്നിലും ആസക്തി ഇല്ലാതിരിക്കുക. അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് വായുവിനെ. വായു എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അത് പ്രാണികളിൽ ഉച്ഛ്വാസ നിശ്വാസ രൂപത്തിലാണ് ഇരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. വായു എല്ലാ പദാർത്ഥങ്ങളിലും പ്രവേശിക്കുകയും അതിനെ പോഷിപ്പിക്കുകയും വായു ചെയ്യുന്നുണ്ട്. അതുപോലെ ജീവന്മാരിൽ വായു പ്രാണനായിട്ട് നിലനിൽക്കുന്നു. അതുപോലെ ഗന്ധം, സുഗന്ധവും ദുർഗന്ധവും വായുവിലൂടെ പടരുന്നു. പക്ഷെ ഇവയൊന്നും വാസ്തവത്തിൽ വായുവിനെ ബാധിക്കുന്നില്ല. ഒന്നിനോടും ആസക്തി വായുവിനുണ്ടാകുന്നില്ല. വായു എല്ലാത്തിലും സഞ്ചരിക്കുന്നു. സുഗന്ധപൂരിതമായ പുഷ്പങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വായുവിൽ സുഗന്ധം പടരും. ദുർഗന്ധമുള്ള വസ്തുക്കളിലൂടെ വായു പ്രവഹിക്കുമ്പോൾ ആ വായുവിൽ ദുർഗന്ധം പടരും. അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ അഗ്നിക്ക് വായുവിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്വഭാവഭേദമുണ്ടാകും. ജലത്തിലൂടെ വായു കടന്നു പോകുമ്പോൾ ജലത്തിന് വായുവിൻ്റെ സാന്നിധ്യത്തിൽ വിക്ഷോഭങ്ങൾ ഉണ്ടാകും. പക്ഷെ വാസ്തവത്തിൽ ഇതൊന്നും വായുവിനെ ബാധിക്കുന്നില്ല എന്നതുപോലെ ലോകത്തിൽ വ്യവഹരിക്കുന്ന സത്യാന്വേഷി, ഭക്തൻ, സാധകൻ, യോഗി ലോകത്തിലെ പലതുമായി സംബന്ധപ്പെടുമ്പോഴും അവയിൽ ആസക്തിയോടുകൂടി ഇരിക്കരുത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ വിഷയപദാർത്ഥങ്ങളുമായും ലോകവ്യവഹാരങ്ങളുമായും സംബന്ധിക്കപ്പെടേണ്ടി വന്നാലും അതിൽ കുടുങ്ങിക്കിടക്കാതെ, അതിൽ ആസക്തിയില്ലാതെ അനാസക്തനായിട്ട് ജീവിക്കണം എന്നാണ് വായുവിൽ നിന്ന് പഠിച്ചത് എന്ന്. അതുപോലെ അനാസക്തിയെപ്പോലെ തന്നെ പ്രധാനമായ ഒന്നാണ് ഒന്നിനോടും ചേർച്ചയില്ലാതിരിക്കുക. ആ ആശയം പഠിച്ചത് ആകാശത്തിൽ നിന്നാണ്. ആകാശം സർവ്വവ്യാപിയാണ്. ആകാശം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനുള്ള ഇടം നൽകുന്നതാണ് ആകാശം എന്ന് പറയുന്നത്. ആകാശത്തെ ആശ്രയിച്ചിട്ടാണ് എല്ലാ ഭൂമിയും ചന്ദ്രനും സൂര്യനും എല്ലാ പദാർത്ഥങ്ങളും നിലനിൽക്കുന്നത്. ആകാശത്തെ ആശ്രയിച്ചിട്ടാണ്. എന്നാൽ ആകാശത്തിന് ഒന്നിനോടും ആശ്രയമില്ല. അത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു. അതുപോലെ ആത്മാവും ഒന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ് സകല ശരീരങ്ങളും നിലനിൽക്കുന്നത് എന്നെനിക്ക് അറിയുവാൻ കഴിഞ്ഞു എന്ന്. ആകാശസ്ഥലിംഗാത് എന്ന ബ്രഹ്മസൂത്രത്തിൽ ഒരു സൂത്രമുണ്ട്. അതിൽ ആത്മാവ് ആകാശം പോലെയാണെന്ന്. സർവ്വവ്യാപിയായിരിക്കുന്നു. എല്ലാത്തിൻ്റെയും ഉള്ളിലും പുറത്തും ആത്മാവുണ്ട്. പക്ഷെ അതൊന്നിനെയും ആശ്രയിച്ചിട്ടല്ല നിലനിൽക്കുന്നത്. ആകാശത്തെ ആശ്രയിച്ച് എല്ലാം നിലനിൽക്കുന്നത് പോലെ ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ് എല്ലാം നിൽക്കുന്നത്. അതുപോലെ ശരീരത്തെ ആശ്രയിച്ചല്ല ആത്മാവ് നിൽക്കുന്നത്. ആത്മാവിനെ ആശ്രയിച്ചാണ് ശരീരം നിലനിൽക്കുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയും എല്ലാത്തിനും ആധാരമായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഒന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി ഉള്ള ആത്മാവിൻ്റെ അവസ്ഥ ഒരു യോഗിയും സാധകനും തിരിച്ചറിഞ്ഞ് ശരീരാദികളിലും ലോകപദാർത്ഥങ്ങളിലും ലോകവ്യവഹാരങ്ങളിലും അധികം ആശ്രയിക്കാതെ കഴിയണമെന്നാണ് ആകാശത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്ന് പറയുക. ഉദാഹരണം മറ്റൊന്ന് പറയുന്നുണ്ട്. മേഘങ്ങൾ ആകാശത്തെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ആകാശം മേഘത്തെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അതുപോലെ ശരീരങ്ങളും ആത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്നു.
ആത്മാവ് ശരീരത്തെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ശരീരമാദി സംബന്ധങ്ങളിൽ ഒരിക്കലും ഒരു സാധകൻ കുടുങ്ങിപ്പോകരുത്. ആത്മാവിന് ശരീരവുമായിട്ട് യാതൊരു സംബന്ധവുമില്ല. അതുകൊണ്ട് ദേഹാഭിമാനം, ഞാൻ ശരീരമാണ് എന്നുള്ള വിചാരം ഒരിക്കലും ഒരു സത്യാന്വേഷിക്ക്, ഒരു സാധകന്, ഒരു ഭക്തന് ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് ആകാശത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയുക. ഇത് പഞ്ചഭൂതങ്ങളെ ഓരോന്നിനെയും എടുത്തുകൊണ്ട് അവയൊക്കെ ഒരു സാധകന്, പഞ്ചഭൂതാത്മകമാണല്ലോ ഈ ശരീരം, ഈ പ്രപഞ്ചവുമല്ല, അതിനെ ഓരോന്നിനെയും നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുകൂടിയാണ് ഈ ഭാഗങ്ങളിലൂടെ പറയുന്നത്. അടുത്തത് പറയുന്നത് ജലമാണ്. ജലത്തിൽ നിന്ന് എന്താണ് പഠിച്ചതെന്നാണ്. ജലം എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നു. യാതൊന്നിന് ജലവുമായി സംബന്ധമുണ്ടാകുന്നു അതിനെ ശുദ്ധമാക്കുവാൻ ജലത്തിന് കഴിയുന്നു. എല്ലാ മാലിന്യങ്ങളെയും ഒഴുക്കിക്കളയുന്നു. ഇതുപോലെ സാധകന്, ഭക്തന് ഈശ്വരനുമായിട്ടുള്ള സംബന്ധം കൊണ്ട് അവൻ്റെ അകവും പുറവും ശുദ്ധമാക്കണം. ആഭ്യന്തരവും ബാഹ്യവുമായിരിക്കുന്ന ശുദ്ധി ഒരു സാധകന് ആവശ്യമാണ്. ശുദ്ധിയില്ലാതെ, അന്തരംഗ ശുദ്ധിയില്ലാതെ ഒരിക്കലും പരമമായ ഈശ്വര ചൈതന്യം വിളയാടുകയില്ല. എപ്പോഴാണോ നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയുമെല്ലാം ശുദ്ധമാകുന്നത്, അപ്പോൾ മാത്രമേ ഈശ്വരൻ്റെ വിളയാട്ടം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം ശുദ്ധി എന്നും പറയുമ്പോൾ ബാഹ്യവും ആഭ്യന്തരവുമായിരിക്കുന്ന ശുദ്ധി ആവശ്യം. അപ്പം ജലം എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നത് പോലെ നമ്മളും ശുദ്ധരായിത്തീരണം. ഈ ഏകാദശ സ്കന്ധത്തിലെ വിഷയമെന്ന് പറയുന്നത് ഭക്തന്മാർക്കറിയാം, മുക്തിയാണ്. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ നാലാമത്തേതും പ്രധാനപ്പെട്ടതുമാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം. ജനനമരണ സംസാര സ്വരൂപത്തിൽ നിന്ന് പൂർണ്ണമായ വേർപെടലാണ് മുക്തി എന്ന് പറയുന്നത്. അനേക ജന്മജന്മാന്തരങ്ങളിലൂടെ ജീവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ട് മുജ്ജന്മത്തിലെ വാസനയ്ക്കും സംസ്കാരത്തിനും അനുസരിച്ച് ശരീരമെടുത്ത് ആ ശരീരത്തിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം നേടി ആ ഫലത്തിനനുസരിച്ച് സ്വർഗ നരകങ്ങൾ അനുഭവിച്ച് വീണ്ടും അവിടെ നിന്നും തിരിച്ചു വന്ന് അവശേഷിക്കുന്ന കർമ്മസംസ്കാരത്തിൻ്റെ ഫലമായിട്ട് വീണ്ടും ജനിച്ച് ജീവിച്ച് മരിക്കുന്ന അവസ്ഥ. ഇതാണ് സംസാരം. ഇതാണ് സകല ദുഃഖത്തിനും കാരണം. ഈ ദുഃഖം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സകല ശാസ്ത്രങ്ങളും നാം പഠിക്കുകയും അഭ്യസിക്കുകയും ചെയ്യുന്നത്. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ പ്രധാനമായ മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് സംസാര നിവർത്തിയാണ്. ദുഃഖപൂർണമായ സംസാരത്തിൽ നിന്ന് മുക്തി വേണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം, ജ്ഞാനമുണ്ടാകണം. ജ്ഞാനത്തിലൂടെ മാത്രമേ മുക്തി അല്ലെങ്കിൽ മോക്ഷം ഉണ്ടാവുകയുള്ളൂ എന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. പൂർവ്വസൂരികളായ ആചാര്യശ്രേഷ്ഠന്മാർ ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ജ്ഞാനത്തിലൂടെ മാത്രമാണ് അമൃതത്വം ഉണ്ടാകുന്നത്. ആ ജ്ഞാനം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അജ്ഞാനം നശിക്കണം. അജ്ഞാനം നശിക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനമുണ്ടാകണം. അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംബന്ധപ്പെട്ടിരിക്കുകയാണ്. അജ്ഞാനം നീങ്ങുവാൻ ആദ്യം നമുക്ക് വേണ്ടത് അന്ധക്കരണ ശുദ്ധി ഉണ്ടാവുകയാണ്. അപ്പോൾ ആ അന്ധക്കരണ ശുദ്ധിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഗുരു ഉപദേശത്തിലൂടെ നമ്മൾ അനുഷ്ഠിക്കണം. ജലത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇതാണ്, സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ശുദ്ധി, ആഭ്യന്തരവും ബാഹ്യവുമായിരിക്കുന്ന ശുദ്ധി സാധകന് ഉണ്ടാകണം എന്ന്. അങ്ങനെ ശുദ്ധി ഉണ്ടായെങ്കിൽ മാത്രമേ അന്ധക്കരണം പരിശുദ്ധമാവുകയുള്ളൂ. പരിശുദ്ധമായിരിക്കുന്ന അന്ധക്കരണം കൊണ്ട് മാത്രമേ ആത്മവിഷയങ്ങളെ അറിയുവാൻ കഴിയുകയുള്ളൂ എന്ന്. മറ്റൊന്ന് വേണ്ടത്
തത്വം എന്താണെന്ന് അഗ്നിയിൽ നിന്ന് പഠിച്ചു എന്നാണ്. അഗ്നി പ്രകാശസ്വരൂപമാണ്. അത് സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനെയും അഗ്നി സ്വീകരിക്കുന്നുണ്ട്. അഗ്നിയിലേക്ക് ഏത് പദാർത്ഥങ്ങൾ സമർപ്പിച്ചാലും അത് കത്തിപ്പോവുകയോ ഉരുകിപ്പോവുകയോ ചെയ്യുന്നു. എന്നാൽ അഗ്നിക്ക് യാതൊരു വിധമായ ദോഷങ്ങളും സംഭവിക്കുന്നില്ല. ഇതുപോലെ നമ്മളും ലോകവ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ, ലോകത്തിലെ പദാർത്ഥങ്ങളും വിഷയവുമായി സംബന്ധപ്പെടുമ്പോൾ ഒരിക്കലും സാധകന് നാശം സംഭവിക്കുവാൻ പാടില്ല. അവൻ്റെ സാധനയ്ക്ക് നാശം വരുവാൻ പാടില്ല. ആത്മാവിലുള്ള ചിന്തയും വിചാരവും നശിച്ചു പോകുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അഗ്നിക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു രൂപമില്ല. ഒരു വിറകിൽ നിന്നാണ് വിറകിൻ്റെ സ്വരൂപത്തിലുള്ളതായ ജ്വാലകൾ ഉണ്ടാകുന്നു. മറ്റൊരു പദാർത്ഥമാണ് കത്തുന്നതെങ്കിൽ തത്സംബന്ധമായിരിക്കുന്ന രൂപവും ഭാവവും വർണ്ണവും ഉണ്ടാകുന്നു. അതുപോലെ സാധകൻ ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ, ഒരു യോഗി അല്ലെങ്കിൽ സന്യാസി അല്ലെങ്കിൽ സാധകൻ ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ അതുമായിട്ട് സമ്പർക്കപ്പെട്ട് പലവിധമായ ഭാവഭേദങ്ങളും നമുക്ക് ഉണ്ടാകാമെങ്കിലും അതിൽ നാം അടിപ്പെട്ടു പോകുവാൻ പാടില്ല. ഇതെല്ലാം ഓരോ ഉപാധികളാണ്. ലോകത്തിൽ വ്യവഹരിക്കുവാനുള്ള ഉപാധികൾ മാത്രമാണ് ലോകത്തിലുള്ള എല്ലാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയിലൊന്നും സ്ഥിരമായി മനസ്സിനെയും ബുദ്ധിയെയും ജീവിതക്രമങ്ങളെയും ഉറപ്പിച്ചു നിർത്താതെ പോകണം. അതാണ് അഗ്നിയിൽ നിന്ന് പഠിച്ചിരിക്കുന്നത്. സർവവ്യാപകമായ ആത്മാവിന് നിശ്ചിതമായ ഒരു ആകൃതിയില്ല, രൂപമില്ല, ഭാവമില്ല. അത് മനസ്സിലാക്കുന്ന സാധകൻ കൃത്യമായ രൂപഭാവങ്ങളോടുകൂടി കാണുന്നത് ഇതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഇതാണ് ആത്മാവ് എന്ന് ഉറപ്പിച്ചു നിർത്തുവാൻ പാടില്ല. സകല സഗുണോപാസനകളും സാധകന്, ഭക്തന് ഉപാധികൾ മാത്രമാണ്. കേവലമായ രൂപത്തിലും നാമത്തിലും മാത്രം സാധകന്, സത്യാന്വേഷി കുടുങ്ങിക്കിടക്കുവാൻ പാടില്ല. ഈ രൂപങ്ങളും ഭാവങ്ങളും നാമങ്ങളുമെല്ലാം പരമമായ ആത്മാവിനെ അറിയുവാൻ സഹായിക്കുന്ന ഉപാധികൾ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിൽ വ്യവഹരിക്കണം. എന്നാൽ അവയെ തള്ളിക്കളയുവാൻ പറയുന്നില്ല. പലരും അങ്ങനെയും തെറ്റിദ്ധരിക്കും. ഞാൻ ജ്ഞാനിയാണ്, സന്യാസിയാണ്, ആത്മാന്വേഷകനാണ് എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് നാമരൂപങ്ങളിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന അവസ്ഥയുണ്ട്. അതല്ല, അതും ഉപാധികളാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന് ചന്ദ്രനാണ് നിന്ന് പഠിച്ച പാഠങ്ങളാണ് പറയുന്നത്. ചന്ദ്രൻ ഓരോരോ ദിവസം ചെല്ലുന്തോറും കലകൾക്ക് നാശം വരുന്നതായിട്ട് നമുക്ക് തോന്നാം. പൗർണമി നാളിൽ ചന്ദ്രൻ പൂർണ്ണമായിട്ട് നമ്മൾക്ക് കാണാം, പൂർണ്ണചന്ദ്രൻ. പിന്നെ പക്ഷത്തിനനുസരിച്ച് ദിവസങ്ങൾ കഴിയും തോറും ചന്ദ്രൻ്റെ കലകൾക്ക് മാറ്റം വരുന്നതായി നമുക്ക് തോന്നുമെങ്കിലും വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. കറുത്തവാവ് ദിവസം നാം പറയും ചന്ദ്രനില്ല, ചന്ദ്രൻ പൂർണ്ണമായി മറഞ്ഞു. സൂര്യനെയും നമ്മളിങ്ങനെ കാണാറുണ്ട്, നക്ഷത്രങ്ങളെയും ഇങ്ങനെ കാണാറുണ്ട്. മേഘങ്ങൾ കൊണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ മറയപ്പെടുമ്പോൾ അവയില്ല, അവ മറയപ്പെട്ടു, അവയെ കാണാൻ പറ്റുന്നില്ല എന്ന് നാം വിചാരിക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ ചന്ദ്രനോ സൂര്യനോ നക്ഷത്രങ്ങൾക്കോ യാതൊന്നും സംഭവിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ദൃഷ്ടിക്കും അവയുടെ സ്ഥിതിക്കുമിടയിൽ മേഘങ്ങൾ വന്നിട്ട് മറയപ്പെടുകയാണ്. അപ്പോൾ ചന്ദ്രൻ്റെ കലകൾ ഇങ്ങനെ ഓരോ പക്ഷത്തിലെ ദിവസങ്ങൾക്കനുസരിച്ച് ക്ഷയിച്ചു വരുന്നുണ്ടെങ്കിലും ചന്ദ്രന് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നതുപോലെ നമ്മുടെ ഓരോ ജന്മത്തിലും ശരീരമെടുക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ജന്മത്തിൽ വീണ്ടും ശരീരമെടുക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സംസാരം ജീവന് അനുസ്യൂതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശരീരം മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നത്. ആത്മാവിന് ഉണ്ടാകലോ നാശമോ സംഭവിക്കുന്നില്ല എന്ന് ചന്ദ്രനിൽ നിന്ന് മനസ്സിലാക്കിയത്. ശരീരം നശിക്കുമ്പോൾ
ആത്മാവ് നശിക്കുന്നു എന്ന് വിചാരിക്കരുത്. ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ, ആത്മാവിന് ഒരിക്കലും നാശമില്ല, അത് സ്ഥിരമാണ് എന്ന് മനസ്സിലാക്കി എന്നാണ്. ഇപ്പോൾ ശരീരത്തിനുണ്ടാകുന്നതായ അവസ്ഥാഭേദങ്ങൾ ജായതേ അസ്ഥി വർദ്ധതേ പരിണമതേ അവക്ഷീയതേ നശ്യതി. ഉണ്ടാകുക, നിലനിൽക്കുക, വർദ്ധിക്കുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക. ഇതൊക്കെ ശരീരത്തിനാണ് ഉണ്ടാകുന്നത്. ആത്മാവിന് ദേഹഭേദമില്ല, പ്രായഭേദമില്ല, രൂപഭേദമില്ല, കാലഭേദമില്ല, ഒന്നും ഇല്ല. ഇതെല്ലാം ശരീരത്തിനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ശരീരാദികളിൽ നമുക്ക് പ്രായത്തിൻ്റെയും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ശരീരത്തിൻ്റെ നാശത്തിലും ഒക്കെ ഒരു സാധകൻ ദുഃഖിക്കുകയില്ല. മറിച്ച് ഇതും ആത്മാവിൻ്റെ ഉപാധികൾ മാത്രമാണ് എന്ന് തിരിച്ചറിയും എന്ന്. അതിന് മറ്റൊരു ദൃഷ്ടാന്തം കൂടി പറയുകയാണ്. ഒരു വിളക്കിലെ നാളം. എണ്ണ, തിരി, വിളക്ക്, നാളം ഇവയെല്ലാം ചേർന്നാണ് പ്രകാശിക്കുന്നത്. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ തിരിയും കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്, എണ്ണയും തീർന്നുകൊണ്ടിരിക്കുക. എണ്ണയും തിരിയും തീർന്നുകൊണ്ടേയിരിക്കുന്നു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ നാം അത് അറിയുന്നില്ല. ഓരോ നിമിഷവും തിരി കത്തുകയും അത് കെടുകയും ചെയ്യുന്നുണ്ട്. അടുത്ത നിമിഷത്തിൽ അത് വീണ്ടും എണ്ണ വലിച്ചെടുത്തുകൊണ്ട് തിരി കത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഓരോ തിരിയുടെ അംശവും കത്തിത്തീരുന്നതും ഓരോ എണ്ണയുടെ അംശവും കത്തിത്തീരുന്നതും നാം തിരിച്ചറിയുന്നില്ല. കാരണം നാളം സ്ഥിരമായി നിലനിൽക്കുകയാണ്. ഉദാഹരണത്തിലേക്ക് നമുക്ക് പുഴ അല്ലെങ്കിൽ അരുവി എടുക്കാം. അതിലെ ജലം ദിവസവും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നാം നോക്കുമ്പോൾ പുഴയും അരുവിയും എന്നും എപ്പോഴും അവിടെയുണ്ട്. ഇന്ന് നാം കാണുന്ന പുഴയല്ല അടുത്ത നിമിഷം നാം കാണുന്നത്. ആ ജലം ഒഴുകിപ്പോയി. ജലപ്രവാഹം കൊണ്ട് അത് അവിടെ സ്ഥിരമായിട്ടുണ്ട് എന്ന് നാം വിചാരിക്കുന്നത് പോലെ വിളക്കിലെ നാളം അനുസ്യൂതം കെടുകയും തെളിയുകയും ചെയ്യുന്നത് നാം തിരിച്ചറിയുന്നില്ലാത്തതുപോലെ ശരീരം ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നതും നാം തിരിച്ചറിയുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് പഠിച്ചത് എന്ന്. മറ്റൊരു പാഠം ഞാൻ പഠിച്ചത് സൂര്യനിൽ നിന്നാണ്. സൂര്യനിൽ നിന്ന് പഠിച്ചത് ഒരു യോഗി അല്ലെങ്കിൽ സാധകൻ ശരീരത്തിൽ ഒരിക്കലും അഭിമാനിക്കാൻ പാടില്ലെന്നാണ്. എന്താണ്? സൂര്യൻ വേനലിൽ ജലത്തെ നീരാവിയാക്കി ആകാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ആ നീരാവിയായ മേഘം തന്നെ ഭൂമിയിലേക്ക് പെയ്ത് മഴയായിത്തീരുന്നു. എന്നാൽ സൂര്യൻ അഭിമാനിക്കുന്നില്ല, ഞാനാണ് ഈ ജലത്തെ നീരാവിയാക്കി ആകാശത്തിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് കാലഭേദങ്ങൾ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ഇതേ നീരാവിയെ തന്നെ മേഘമായി മഴയായി ഭൂമിയിലേക്ക് പതിപ്പിക്കുന്നതിനും കാരണം താനാണ് എന്ന് സൂര്യൻ അഭിമാനിക്കുന്നില്ല. ഇതുപോലെ യോഗിയും സാധകന്മാർ അടുത്തു വരുമ്പോൾ ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്നു, അവർക്ക് പരമമായ വസ്തുവിനെ അറിയുന്നതിന്. പക്ഷെ ഞാനാണ് ഉപദേശിച്ചു കൊടുത്തത്, ഞാനാണ് ആത്മാവിനെ അറിയുവാൻ ആധ്യാത്മിക സാധനയ്ക്ക് ഞാനാണ് കാരണക്കാരൻ എന്ന് വിചാരിക്കാറില്ല. അതുപോലെ തന്നെ ലോകത്തുണ്ടാകുന്നതായ വൃക്ഷങ്ങൾ ധാരാളം കായ്കൾ ഉണ്ടാകുന്നു, അവയൊന്നും അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ അവ അഭിമാനിക്കുന്നില്ല, ഞാൻ നിമിത്തമാണ് ഇവയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടിയത്. സൂര്യനിൽ നിന്ന് പഠിച്ച പാഠം ഇതാണ്: യോഗിക്ക് തൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മേൽ യാതൊരു അഭിമാനവും പാടില്ല എന്നാണ്. മറ്റൊന്ന് പഠിച്ചത്, സൂര്യബിംബത്തെ നമുക്ക് ജലത്തിൽ പല രീതിയിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ പല രീതിയിൽ കാണുന്നത് പോലെ ആത്മാവിനെ പല ശരീരങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഒരു സൂര്യൻ തന്നെയാണ്
ഓരോ ജലാശയത്തിലും ഭിന്ന ഭിന്നമായി പ്രതിബിംബിക്കപ്പെടുന്നത് എന്നതുപോലെ ഓരോ ശരീരങ്ങളിലും ഭിന്നമായി ഭിന്നമായി കാണപ്പെടുന്നത് ഒരു ആത്മാവ് മാത്രമാണ്. സൂര്യൻ ഒന്നു മാത്രമേ ഉള്ളൂ, അതുപോലെ ആത്മാവും ഒന്നു മാത്രമേ ഉള്ളൂ. ഒരു സൂര്യൻ്റെ പ്രതിബിംബമാണ് പല ജലാശയത്തിൽ കാണുന്നത് പോലെ ഒരേ ഒരു ആത്മാവിൻ്റെ പ്രതിബിംബമാണ് എല്ലാ ജീവന്മാരിലും ഉള്ളത് എന്നും സൂര്യനിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയാം. അപ്പോൾ വിവിധ ശരീരങ്ങളിൽ വിഭിന്നങ്ങളായി കാണപ്പെടുന്നെങ്കിലും എപ്പോഴും ആത്മാവ് യാതൊരു ഭേദവുമില്ലാതെ പരിപൂർണനായി നിലനിൽക്കുന്നു എന്നുള്ള സത്യം പഠിച്ചു എന്ന് പറയുക. ഇത്രയും കാര്യങ്ങൾ ഒരു സാധകൻ, ഒരു യോഗി ഭൂമിയിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി യോഗിക്ക് മാത്രമുള്ളതല്ല ഈ ലോകം. അതുകൊണ്ട് ഭൗതികമായ ലൗകിക വ്യവഹാരത്തിൽ വ്യാപൃതരായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമികളെക്കുറിച്ചും ചില ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുക. ഇത് യോഗിക്കും ബാധകം. അതിലൊന്ന് പഠിച്ചതൊരു മാടപ്രാവിൽ നിന്നാണ്. ഒരു മാടപ്രാവ്, അതിൻ്റെ പിട അല്ലെങ്കിൽ ഭാര്യയായ പ്രാവ്, 2 കുട്ടികൾ ഒക്കെ ഒരു വനത്തിൽ താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുമ്പോൾ മാടപ്രാവും അതിൻ്റെ പെൺപ്രാവും കൂടി ആഹാരം തേടിപ്പോയപ്പോൾ അത് കണ്ട ഒരു വേടൻ വന്ന് മരത്തിൻ്റെ താഴെ വലകൾ വിരിച്ച് അതിൽ ധാന്യങ്ങൾ വിതറി. വിശന്നു വലഞ്ഞ മാടപ്രാവിൻ്റെ 2 കുട്ടികൾ ആഹാരത്തെ കൊതിച്ചുകൊണ്ട് താഴേക്ക് ചാടുകയും ആ വലയിൽ കുടുങ്ങുകയും ചെയ്തു. അങ്ങനെ വലയിൽ കിടന്ന് കഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന പ്രാവിൻ്റെ കുട്ടികളെ കണ്ടുകൊണ്ടാണ് അതിൻ്റെ അമ്മപ്രാവ് വരുന്നത്. അതും കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ വലയിലേക്ക് ചാടി ഇറങ്ങുകയും ആ വലയിൽ കുടുങ്ങുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞ് അവിടെ കടന്നു വരുന്ന പിതാവായ പ്രാവും തൻ്റെ ഭാര്യയും 2 കുട്ടികളും വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ട് രക്ഷിക്കുന്നതിന് വേണ്ടി അതും ആ വലയിലേക്ക് ചാടി വീഴുകയും അതും കുടുങ്ങുകയും ചെയ്യും. എല്ലാത്തിനെയും കൂടി ചേർത്തെടുത്തുകൊണ്ട് ആ വേടൻ അല്ലെങ്കിൽ വലക്കാരൻ പോവുകയും ചെയ്യും. ഇത് നമ്മൾ ലോകത്തിൽ ഭാര്യയും മക്കളും അച്ഛനമ്മമാരും സുഹൃത്തുക്കളും കുട്ടികളുമൊക്കെയായിട്ട് ജീവിക്കുന്ന നമ്മൾ ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളണമെന്നാണ്. ലോകത്തിൽ നാം വ്യവഹരിക്കുമ്പോൾ അനിത്യമായിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് കണ്ട് മോഹിച്ചുകൊണ്ട് അതിൽ വീണ് നാം നശിക്കരുത്. അല്ലെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിൽ വേണ്ടതായിരിക്കുന്ന സുഖഭോഗങ്ങളെ വെച്ചുകൊണ്ട് നമ്മുടെ ലൗകികമായിരിക്കുന്ന ആസക്തി അല്ലെങ്കിൽ നമ്മുടെ വിഷയാസക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ എപ്പോഴും നമുക്ക് ചുറ്റും പല രീതിയിലുള്ള വലകൾ വിരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വലകളിലൊക്കെ പോയി വീണ് നമ്മുടെ ജന്മം നശിച്ചു പോകരുത് എന്നുള്ള പാഠമാണ് ഇതിലിരിക്കുന്നത്. നിത്യജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വളരെ ഒരു പാഠമാണ് ഇതിലൂടെ തരുന്നത്. മറ്റൊരു പാഠം പഠിച്ചത് പെരുമ്പാമ്പിൽ നിന്നാണ്. പെരുമ്പാമ്പിൽ നിന്ന് പഠിച്ചത് എന്താണ്? പെരുമ്പാമ്പ് എപ്പോഴും ഭക്ഷിക്കുന്നില്ല. എതിർച്ചയായ എന്തെങ്കിലും തൻ്റെ അടുത്ത് വരുമ്പോൾ അത് ഭക്ഷിച്ചുകൊണ്ട് മറ്റ് ആഹാരം കിട്ടുന്നത് വരെ കാത്തിരിക്കുകയാണ്. എതിർച്ചയായ ലാഭസന്തുഷ്ടനായിട്ട് കിട്ടുന്നിടത്തു നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് കഴിച്ചുകൊണ്ട് ശാന്തമായി ഈശ്വര സാധനയിൽ വ്യാപൃതമാവും. നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് ഈശ്വര സാധനയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് പ്രധാനമായും നാം വിശ്വസിക്കും. ഈ ശരീരം നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരകാര്യം അനുഷ്ഠിക്കുവാൻ സാധിക്കൂ. ഈ ശരീരത്തെ നിലനിർത്തുന്നതിനാവശ്യമായിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ മാത്രം നാം ആഹരിച്ചാൽ മതി. അത് ഈശ്വരൻ നമുക്ക് കൊണ്ടുതരികയും ചെയ്യും. ആ പെരുമ്പാമ്പിൽ നിന്ന് പഠിച്ചത് നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുക്കുക. പാമ്പൊരിക്കലും ആഹാരം തേടി അങ്ങോട്ട് പോകാറില്ല. നമ്മുടെ ശരീരത്തിന് സുഖം നൽകുന്നതായ പദാർത്ഥങ്ങളെ അന്വേഷിച്ച് നമുക്ക് പോകേണ്ടതില്ല. മറിച്ച് ഈശ്വര സാധനയ്ക്ക് വേണ്ടി ഈ ശരീരത്തെ നിലനിർത്തുവാൻ ആവശ്യമായത് ഈശ്വരൻ തന്നെ നമുക്ക് നൽകിക്കൊള്ളും. എതിർച്ഛയാ കിട്ടുന്നത് കൊണ്ട് ലാഭനഷ്ടങ്ങൾ ഓർക്കാതെ സന്തുഷ്ടനായിട്ട് കഴിയണം എന്നാണ് പെരുമ്പാമ്പിൽ നിന്ന് പഠിച്ചത്.
ചിലപ്പോൾ ഇത് തെറ്റായിട്ടും വിചാരിക്കാറുണ്ട്. പെരുമ്പാമ്പിനെ പോലെ നീ തിന്ന് കൊഴുത്തൊന്നും ചെയ്യാതെ കിടക്കുവാണോ എന്ന് പലരും വിചാരിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കരുത്. ഓരോ ദൃഷ്ടാന്തത്തിനും ഗുണകരവും ദോഷകരവുമായിരിക്കുന്ന വശങ്ങളുണ്ട്. അതിലൊരു സാധകനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, ഇത് വിചാരിക്കും എന്നാൽ പെരുമ്പാമ്പിനെ പോലെ കിട്ടുന്നതെല്ലാം ഒന്നാകെ, അതതിൻ്റെ ദൂഷ്യവശങ്ങളാണ്. നമുക്ക് കിട്ടുന്നതിനെ എല്ലാം ഒന്നാകെ സമ്പാദിക്കുവാനുള്ള ആർത്തി, അതല്ല നമുക്ക് വേണ്ട. പെരുമ്പാമ്പ് അങ്ങനെയുണ്ട്, കിട്ടുന്ന ഒന്നാകെ വിഴുങ്ങിക്കളയും. അതാ പെരുമ്പാമ്പിൻ്റെ ആ സ്വഭാവം നമ്മൾ എടുക്കരുത്, മറിച്ച് ഈ സ്വഭാവത്തെ നമ്മൾ എടുക്കാവുള്ളൂ. മറ്റൊന്ന് പഠിച്ചത് സമുദ്രത്തിൽ നിന്നാണ്. സമുദ്രത്തിന് എന്താണ് പ്രത്യേകമായ, സമുദ്രം വിശാലമാണ്. സമുദ്രത്തിൻ്റെ മറുകര നമുക്ക് കാണുവാൻ പറ്റുകയില്ല. അതുപോലെ ഒരു സാധകന് മനസ്സ് വിശാലമായിരിക്കണം, സന്തോഷം നിറഞ്ഞതായിരിക്കണം. ഒരു സാധകൻ്റെ ജീവിതത്തിൻ്റെ മറുകര കാണുവാൻ മറ്റൊരാൾക്ക് കാണുവാൻ കഴിയരുത്. ഇടുങ്ങിയതായിരിക്കരുത് ഒരിക്കലും ഒരു സാധകൻ്റെ, ഒരു സത്യാന്വേഷിയുടെ, ഒരു ഭക്തൻ്റെ ജീവിതം സമുദ്രം പോലെ വിശാലമായിരിക്കണം. സമുദ്രം പോലെ നിഗൂഢമായിരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വര സാധന ചെയ്യുന്നവന് ആ ഉള്ളിൽ ഈശ്വര സംബന്ധമായ നിഗൂഢതകളും ആവശ്യമാണ്. പക്ഷേ ലോകത്തിന് തെറ്റുപറ്റുന്ന, അധർമ്മം പ്രവർത്തിക്കുന്ന നിഗൂഢതകൾ പാടില്ല. വിശാലമായിരിക്കണം ഒരു ഭക്തൻ്റെ, സാധകൻ്റെ മനസ്സ്. സന്തോഷ സന്താപങ്ങൾ തിരമാലകൾ പോലെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോഴൊന്നും അതിൽ ഇളകിമറിയാതെ മനസ്സ് സദാ ആത്മവസ്തുവിൽ, ഭഗവാനിൽ നിലനിർത്തുവാൻ ഒരു സാധകന് സാധിക്കണം എന്നാണ്. അപ്പോൾ ഏതെങ്കിലും കാലങ്ങളാലോ അല്ലെങ്കിൽ തീരങ്ങളാലോ ദേശങ്ങളാലോ വ്യക്തികളാലോ ഇടുങ്ങിപ്പോകരുത്. ഒരു സാധകൻ, ഒരു സത്യാന്വേഷി ഇടുങ്ങിപ്പോകരുത് എന്നാണ് ഈ സമുദ്രത്തിൽ നിന്ന് പഠിച്ചതെന്ന്. മറ്റൊന്ന് പഠിച്ചത് പാറ്റയിൽ നിന്നാണ്. പാറ്റ എന്താണ്? അഗ്നിയെ കണ്ടിട്ട് ആകർഷിച്ച് അതിലേക്ക് പറന്നു ചെന്ന് ചിറകുകൾ കത്തി അതിൽ വീണ് നശിച്ചു പോകും. ഈയാമ്പാറ്റകളെ നമ്മൾ കാണാറുണ്ട്. മഴ ആരംഭിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് പറന്നുയർന്ന് ആ തീനാളത്തിലേക്കൊക്കെ പോയി അത് കത്തി വീഴും. ഇപ്പോഴാണ് നമ്മുടെ ബൾബിന് ചുറ്റും ധാരാളം ഇടിഞ്ഞു പോകും. അവയെല്ലാം ചിറകുകൾ കൊഴിഞ്ഞ് താഴെ വീണ് നശിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിലെ വിഷയപദാർത്ഥങ്ങളെ കണ്ടിട്ട് അത് സുന്ദരമാണ്, ശ്രേഷ്ഠമാണ്, അതെനിക്ക് വേണമെന്ന് വിചാരിച്ച് അതിൽ ഭ്രമിച്ച് അതിൻ്റെ പിന്നാലെ പോയി നശിച്ചു പോകുന്ന അവസ്ഥ നമുക്കും ഉണ്ടാകരുത്, ഒരു സാധകനുണ്ടാകരുത്, അല്ലെങ്കിൽ ഒരു ഭക്തനുണ്ടാകരുത് എന്നുള്ള പാഠമാണ് പാറ്റയിൽ നിന്ന് പഠിച്ചത് എന്നാണ്. ഇതുപോലെ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്ത്രീ, ധനം, സ്വർണം, സ്ഥാനമാനങ്ങൾ, ഭൂമി, ഇവയെല്ലാം, പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും, ഇങ്ങനെ ലോകത്തിലുള്ളതായ ഇവയുടെ എല്ലാം പിന്നാലെ പോയി നശിക്കുവാനുള്ളതല്ല നമ്മുടെ ശരീരം, അങ്ങനെ നശിപ്പിക്കുവാനുള്ളതല്ല നമ്മുടെ ഈ ജന്മം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവയെല്ലാം അനിത്യങ്ങളാണ്, നശിച്ചു പോകുന്നതാണ്. പരമമായ ആത്മാവിനെ അറിയുക, ഈശ്വരനെ അറിയുക, ഭഗവാനെ അറിയുക, അതാണ് ഈ ജന്മം കൊണ്ട് നാം സാധ്യമാക്കേണ്ടത് എന്ന് തിരിച്ചറിയണം. അതിനൊരു ദൃഷ്ടാന്തമാണ് ഇതെന്നാണ് പറയുന്നത്. മറ്റൊന്ന് വണ്ടാണ്. വണ്ടിൽ നിന്ന് പഠിച്ച പാഠം എന്താണ്? സാരമായത് മാത്രം എടുത്താൽ മതി. ലോകത്ത് ധാരാളം കാര്യങ്ങൾ പറയാനും കേൾക്കാനും പ്രവർത്തിക്കുവാനും ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ ചെവി കൊടുക്കണ്ട, അതിൻ്റെ എല്ലാം പിന്നാലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പായിക്കണ്ട, കേൾക്കുന്ന എല്ലാം നമ്മൾ ചെവിക്കൊള്ളേണ്ട, പറയുന്ന എല്ലാം നമ്മൾ അനുസരിക്കേണ്ടതില്ല. സാരമായിരിക്കുന്നതിനെ മാത്രം എടുത്താൽ. നമുക്ക് അനേക ഗ്രന്ഥങ്ങളുണ്ട്, ഭാഗവതം, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ശ്രുതികൾ, സ്മൃതികൾ, ഈശ്വരീയ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ കഥകൾ, ഉപദേശങ്ങൾ, അതുപോലെ തന്നെ ലോകത്തിലെ അനേകം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ, ഇവയെല്ലാം കൂടെ ഉൾക്കൊള്ളുവാൻ ഒരു ജീവിതം കൊണ്ട് നമുക്ക് കഴിയുകയില്ല. എന്നാലോ ഇവയുടെ എല്ലാം സാരത്തെ എടുക്കാം. എന്താണ് ചെയ്യുന്നത്? വണ്ടാകട്ടെ ഒരു പൂവിൽ നിന്ന് ഒരു പൂവിലേക്ക് സഞ്ചരിച്ച് അതിനാവശ്യമുള്ളത് അല്പമായിട്ട് അതെടുക്കുന്നു. വേണ്ടത് മാത്രമേ അത് സ്വീകരിക്കുന്നുള്ളൂ. ഇതുപോലെ നമ്മളും വേണ്ടത് മാത്രം
എല്ലാത്തിൻ്റെയും സാരാംശം വേണ്ടതിനെ മാത്രം ഉൾക്കൊള്ളണം എന്നാണ് വണ്ടിൽ നിന്ന് പഠിച്ചത്. അതുപോലെ തേനീച്ചയിൽ നിന്നൊരു പാഠം പഠിച്ചു. അതെന്താണ്? പൂക്കളിൽ പറന്ന് നടന്ന് അവയുടെ രസത്തെ വലിച്ചെടുത്ത് വായിലാക്കി അത് കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അത് തേനാക്കി വെക്കുകയാണ്. ഒരിക്കലും അത് ഉപയോഗിക്കുന്നില്ല. ഇത് കാണുന്ന മറ്റൊരാൾ അത് പക്വമായി കഴിയുമ്പോൾ ആ തേൻ എടുത്തു കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ഉപയോഗിക്കുവാൻ തേനീച്ചയ്ക്ക് കഴിയുന്നില്ല എന്നതുപോലെ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങളൊക്കെയും, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനധാന്യങ്ങളെല്ലാം നമുക്കോ മറ്റുള്ളവർക്കോ ഉപയോഗിക്കാതെ സമ്പാദിച്ചു കൂട്ടും. സമ്പാദ്യശീലം നല്ലതല്ലെന്നല്ല പറയും. ലുബ്ധ അല്ലെങ്കിൽ പിശുക്ക് ഇവയോടുകൂടി ആവശ്യത്തിന് ഉപകരിക്കാതെ, രോഗം വന്നാൽ പോലും മരുന്ന് മേടിക്കുകയില്ല, ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട അവസരത്തിൽ അത് ചെയ്യുകയില്ല, ഉറ്റവർക്കും ഉടയവർക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടി ഒന്നും കൊടുക്കാതെ സമ്പാദിച്ചു വെച്ച് ഒടുവിൽ അതെല്ലാം കൈവിട്ട് മരണത്തിന് കീഴ്പ്പെടുമ്പോൾ അതുവരെ താൻ സമ്പാദിച്ചതെല്ലാം വ്യർത്ഥമായി പോകുന്നു. അതുകൊണ്ട് ലുബ്ധ പാടില്ല. തേൻ സൂക്ഷിച്ചു വെക്കുന്ന തേനീച്ചയുടെ അവസ്ഥ നമുക്കുണ്ടാകുവാൻ പാടില്ല എന്നാണ്. മറ്റൊരു പാഠം പഠിച്ചത് ആനയിൽ നിന്നാണ്. പിടിയാന സ്പർശസുഖം കൊതിച്ച് കൊമ്പനാനകളെ തേടി നടക്കുകയും ഒടുവിൽ കൊമ്പനാനയുടെ ഇഷ്ടത്തിന് വിധേയമാകുന്നതിന് വേണ്ടി അതിൻ്റെ സഹായത്തോടുകൂടി നടന്ന് ഒടുവിൽ വാരിക്കുഴിയിൽ ചെന്ന് വീഴുകയും ചെയ്യും. വാരിക്കുഴി എന്ന് പറഞ്ഞാൽ ആനക്കുഴി. നാട്ടിൽ ഇണക്കിയെടുത്ത ആനകളെ കാട്ടിലേക്ക് അയച്ച് കാട്ടാനകളെ സൗഹൃദം ഭാവിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കുഴിയിൽ വീഴിക്കാറുണ്ട്. ഇതുപോലെ ആനയും തനിക്ക് കേവലമായ സുഖത്തെ കൊതിച്ചുകൊണ്ട് മറ്റ് ആനകളുടെ കൂടെ പോയി കുഴിയിൽ ചാടുകയാണ്. ഇതുപോലെ നമ്മളും ലോകത്തിൽ വ്യവഹരിക്കുന്ന നമ്മളും അല്പമാത്രമായ സുഖത്തെ കൊതിച്ചു കൊണ്ടുപോയി ഈ ജീവിതത്തെ നശിപ്പിക്കരുത്. ഒരു സാധകനും യോഗിയും ഭക്തനും ഈ വിധത്തിൽ സ്പർശസുഖത്തെ കൊതിച്ചു പോയി നശിക്കുവാൻ ഇടയാകരുത് എന്ന പാഠം പഠിച്ചു. മറ്റൊന്ന് മാനിൽ നിന്നാണ് പഠിച്ചത്. മാനിന് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്. ഇതറിയാവുന്ന വേടൻ വല വിരിച്ചിട്ട് ഓടക്കുഴലെടുത്ത് മനോഹരമായി പാട്ട് പാടും. ആ പാട്ട് കേട്ട് ചെവി കൊടുക്കുന്ന മാന് ആ പാട്ടിൻ്റെ ഉറവിടം അന്വേഷിച്ച് ചെല്ലുമ്പോൾ മരത്തിന് മറഞ്ഞിരുന്നു കൊണ്ട് വേടൻ പുല്ലാങ്കുഴൽ ഊതുകയായിരിക്കും. ഇത് അറിയാതെ ചെന്നു കയറുന്ന മാന് വലയിൽ കുടുങ്ങും. ഇതുപോലെ നമ്മളും സാധകനും ലോകത്തിലുള്ളതായിരിക്കുന്ന നൃത്തം, ഗീതം, മറ്റു വിനോദങ്ങൾ, കായിക കലാപരിപാടികൾ ഇവയിലെല്ലാം ആസക്തനായി പോയി കുടുങ്ങരുത് എന്നുള്ള പാഠമാണ്. സത്യാന്വേഷി സംഗീതാദി കലകൾ, അതുകൊണ്ട് നാളെ പാട്ട് കേൾക്കണ്ട, ഭജന പാടണ്ട, കീർത്തനങ്ങളൊന്നും ചെല്ലണ്ട, അതല്ല അർത്ഥം. നമ്മുടെ മനസ്സിനെ തെറ്റായ മാർഗത്തിലേക്ക് ചലിപ്പിക്കുന്നതായ കലാപരിപാടികൾ പോലും നമ്മൾ ആസ്വദിക്കുവാൻ പാടില്ല എന്നാണ്. അത് മനസ്സിനെ നമുക്ക് ആത്മവസ്തുവിൽ നിന്ന്, ഈശ്വരിൽ നിന്ന് വ്യതിചലിപ്പിക്കും. ഭഗവാന്റെ നാമം ചൊല്ലാം. ഇപ്പം കുട്ടികളിപ്പോൾ അത് നൃത്തമാണ്. ആ നൃത്തത്തിലൂടെ എന്താണ് നാം കണ്ടത്? ഭഗവാന്റെ ഉപദേശങ്ങളാണ്, ഭഗവത്ഗീതയാണ് നമ്മൾ കണ്ടത്. അത് കാണരുതെന്നല്ലവർ, സ്വാമിമാരൊക്കെ കണ്ടു, നമ്മളെല്ലാവരും കണ്ടു. ഏത് കലാരൂപങ്ങളും ഈശ്വരിലേക്ക്, ഭക്തിയിലേക്ക്, ആത്മവസ്തുവിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കും. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പം നടക്കുന്നത് എന്താണ് എന്ന് നോക്കുക. എല്ലാ ക്ഷേത്രകലകളും സത്യാന്വേഷണത്തിനുള്ള, ഭക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള, ഈശ്വര കഥകളെ പ്രദർശിപ്പിക്കുന്നതിനുള്ള, സാമാന്യ ജനങ്ങളിലെ ഈശ്വര കാര്യങ്ങളെ വിതറുന്നതിനുള്ള കാര്യങ്ങളാണ് ക്ഷേത്രകലകളെല്ലാം. അതെല്ലാം മാറ്റിയിട്ട് നമ്മളിപ്പോൾ ക്ഷേത്രത്തിലും മറ്റു സ്ഥലങ്ങളിലും നടത്തുന്നതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കുവാൻ വളരെയധികം നമ്മൾ പ്രയത്നിക്കേണ്ടത്. ഈശ്വര കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റുന്നു എന്ന് മാത്രമല്ല,
തെറ്റായിരിക്കുന്ന വിചാരങ്ങൾ ഭക്തന്മാർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതും കൂടിയിട്ടുള്ള പ്രകടനങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. ഒരിക്കലും നമുക്ക് സ്വാധീനമുള്ള ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും വേദികളിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അനുവദിക്കാവുന്നതല്ല. അപ്പോൾ സംഗീത, കല, നൃത്തം തുടങ്ങിയിട്ടുള്ള ലൗകിക പ്രകടനങ്ങൾക്ക് പിന്നാലെ പോകുന്നവൻ നശിക്കും എന്നുള്ള കാര്യം മാനിൽ നിന്ന് പഠിച്ചു എന്നാണ്. ഇനി മറ്റൊന്ന് പഠിച്ചത് മീനിൽ നിന്നാണ്. എന്താണ്? മണ്ണിര, മാംസം തുടങ്ങിയ വസ്തുക്കളെയൊക്കെ ചൂണ്ടലിൽ കോർത്തുകൊണ്ട് മീൻപിടുത്തക്കാരനിടും. അപ്പം നാവിൻ്റെ രുചി, ഓരോ ഇന്ദ്രിയങ്ങളുടെയും പിന്നാലെ പോകുന്ന ഓരോ ജീവന്മാരും നശിക്കുന്നത് എന്താണെന്നാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ഓരോന്നിൻ്റെയും പിന്നാലെ പോകുന്നവർ എങ്ങനെ നശിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാവിൻ്റെ രുചി തേടി പോകുന്ന മീൻ ചൂണ്ടലിൽ കുടുങ്ങി അതിൻ്റെ ജന്മം തന്നെ നശിക്കുന്നു. അതുപോലെ നമ്മളും രുചികരമായ പദാർത്ഥങ്ങൾക്ക് പിന്നാലെ നമ്മുടെ നാവിനെ കൊണ്ടുപോയി നമ്മൾ നശിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സപ്താഹം എങ്ങനെയുണ്ട്, സത്രം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ പലരും പറയും നല്ല ഭക്ഷണമായിരുന്നു, നല്ല പായസവും പപ്പടവും എല്ലാവിധ കറിക്കൂട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും നല്ല സത്രമായിരുന്നു, നല്ല സപ്താഹമായിരുന്നു എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ പ്രധാനമായൊരു പരിപാടി, ഇപ്പം ഹിന്ദുക്കളുടെ പരിപാടി നല്ല ഭക്ഷണം വെച്ച് കഴിക്കുക എന്നുള്ളത്. എൻ്റെ ആശ്രമത്തിൽ ഇങ്ങനെയാണ്. ഭക്തന്മാർ, കമ്മിറ്റിക്കാർ ഒരു സ്വാമിജി ഭക്ഷണം നന്നായിട്ടിരിക്കണം, അതിനൊരു പ്രത്യേക കമ്മിറ്റിയും വലിയ ചിലവൊക്കെ. അപ്പോൾ എല്ലാവരും പറയുന്ന ഭക്ഷണം നന്നായിരുന്നു, അത് നമ്മൾ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവനെ നിലനിർത്തുന്നതിന് ആവശ്യമായിരിക്കുന്ന ആഹാരം മാത്രം നമ്മൾ കഴിച്ചാൽ മതി. നാവിൻ്റെ രുചി ഒരിക്കലും നമുക്ക് തൃപ്തിപ്പെടില്ല. ഇന്നലെ കഴിച്ചത് അവിടെ പോയി, കഴിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. നാവിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം മലമൂത്രാദികളായി തീർന്നു. എങ്കിലും നാവിന് തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ലോകത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളും പല രീതിയിൽ പാകം ചെയ്ത് നമ്മൾ കഴിക്കുകയാണ്. നാവിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത്. പോയാലോ നാവിൻ്റെ രസത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ മീൻ കുടുങ്ങി മരിച്ചത് അതുപോലെ ഒരു സാധകനും നശിക്കും എന്നുള്ളതാണ്. മറ്റൊരു പാഠം പഠിച്ചത് ഒരു പിങ്കള വേശ്യസ്ത്രീയിൽ നിന്നാണ്. എന്നും ധാരാളം ജാരന്മാർ അവരുടെ അടുത്ത് വരാറുണ്ട്. എങ്കിലും ഒരു ദിവസം അവർ രാവേറെയായിട്ടും ഒരു ജാരനെ പോലും കാണാതെ വന്ന് വളരെ വിഷമിച്ചു. എന്നും എന്നെ തേടി ധാരാളം പേര് വരുമായിരുന്നു, പക്ഷെ ഇന്ന് ഒരാളും വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന ആ വേശ്യാസ്ത്രീ പുലരാറായപ്പോൾ തൻ്റെ ശരീരത്തെപ്പറ്റി ചിന്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ തൻ്റെ ശരീരം ഇത്രയ്ക്ക് സൗന്ദര്യം നിറഞ്ഞതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന മലമൂത്രാദികളെക്കുറിച്ചും ആ ശരീരത്തിൻ്റെ നാശത്തെക്കുറിച്ചും ഒരു പുരുഷനെ ആഗ്രഹിച്ചിരിക്കുന്ന തൻ്റെ ആശയ്ക്കിപ്പോൾ ഭംഗം വന്നപ്പോൾ ഉണ്ടായ അവസ്ഥയെപ്പറ്റിയും എല്ലാം ചിന്തിച്ചു. അപ്പോൾ അവർക്ക് പിടികിട്ടി തൻ്റെ ഈ ദുഃഖത്തിന് കാരണം ആശയാണ്. ആശയെ ത്യജിക്കാതെ ദേഹബുദ്ധി പോവുകയില്ല. ആശയാണ് സകല ദുഃഖത്തിനും നാശത്തിനും കാരണം. അതുകൊണ്ട് ആശാപാശത്തെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുക. ലോകത്തിലെ ഏറ്റവും ദുഃഖത്തിന് കാരണം ആശയാണെന്നും അതുകൊണ്ട് ആശയാണ് നമ്മളെ ദുഃഖത്തെ കെട്ടിയിടുന്നത് എന്നും ഈ സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്നും പറയുകയാണ്. അപ്പോൾ ഈ ശരീരം ഞാനാണ്, ഈ ശരീരത്തിൽ സംബന്ധമായിട്ടിരിക്കുന്നതെല്ലാം എൻ്റേതാണ് എന്നുള്ള ഭാവം പോയാൽ മാത്രമേ നമുക്ക് ആത്മാവിനെ അറിയുവാൻ കഴിയത്തുള്ളൂ. ചൈതന്യമൂർത്തി ആയിരിക്കുന്ന ഭഗവാന് ആത്മാവ് ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന കൊണ്ടാണ് ഇത് ചേതനമായും സൗന്ദര്യത്തോടു കൂടിയും ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മാവിനെ അറിയുവാനുള്ള ഉപാധിയായിട്ട് ഈ ശരീരത്തെ അറിയണം. അല്ലാണ്ട് ശരീരത്തിൻ്റെ ഭാവഭേദങ്ങളിലും കലകളിലും സൗന്ദര്യത്തിലും ഒന്നും വ്യാപരിച്ചിരിക്കരുത് എന്ന്. മറ്റൊരു പാഠം പഠിച്ചതൊരു കുമാരിയിൽ നിന്നാണ്. ഒരു പെണ്ണ് കാണുന്നതിന് വേണ്ടി വിവാഹ അഭ്യർത്ഥനയുമായിട്ട് വീട്ടിൽ വന്ന വരൻ്റെ ബന്ധുക്കൾക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതിന് വീട്ടിൽ അരിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അരിയെടുത്ത് ഇടിക്കുവാൻ ഒരു കുമാരി, ഒരു യുവതി തുടങ്ങുകയാണ്.
അവളുടെ കരങ്ങളിലും ധാരാളം വളകളിട്ടിരിക്കുന്നതുകൊണ്ട് ഉരലിലിട്ട് നെല്ല് ഇടിക്കുമ്പോൾ അതിൻ്റെ കിലുക്കം അവിടെ വിവാഹാഭ്യർത്ഥനയുമായി വന്നിരിക്കുന്ന വരൻ്റെ വീട്ടുകാരറിയുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കയ്യിലെ ഓരോരോ വളകളും അഴിച്ചഴിച്ച് വെക്കുവാൻ തുടങ്ങി. അപ്പോൾ ഓരോ വളകളും അഴിച്ചു വെച്ചപ്പോൾ അതിൻ്റെ കിലുക്കം കുറഞ്ഞു. അവസാനം ഒരു വള മാത്രമായപ്പോൾ അതിന് കിലുക്കമില്ലാതായി തീർന്നിരിക്കുന്നു. അപ്പോൾ കുമാരിയുടെ കരത്തിലെ ഒറ്റ വള എന്നതുപോലെ സാധകനും പരമാവധി ഏകാന്തതയിലിരിക്കണം. നാം ഏകാന്തതയിലിരിക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരനെക്കുറിച്ചിട്ട് മറ്ററിയുവാൻ സാധിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളും ലോകവ്യവഹാരങ്ങളും കുടുംബ ബന്ധങ്ങളുമൊക്കെ വിട്ടുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവാനിൽ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവിൽ ഏകാഗ്രമാക്കി നിർത്തുന്നതിനുള്ള സാധനകൾ ചെയ്യണം. ആത്മവസ്തുവിൽ എത്ര നേരം നമുക്ക് മനസ്സിനെ നിലനിർത്തുവാൻ കഴിയുമോ അത്രയും നമ്മുടെ സാധന പുരോഗമിച്ചു. അങ്ങനെ ഏകാന്തതയിൽ പോയി സാധന അനുഷ്ഠിക്കണം എന്നുള്ള പാഠമാണ് പഠിച്ചത്. മറ്റൊരു കാര്യം നമുക്ക് സാധനയ്ക്ക് വേണ്ടത് ഏകാഗ്രതയാണ്. ആ ഏകാഗ്രത എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതിന് ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു ഇരുമ്പ് പണിക്കാരൻ കൂർത്തുമൂർത്ത അസ്ത്രങ്ങൾ, അമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴിയാണ് രാജാവിൻ്റെ വലിയ ഘോഷയാത്ര പോവുകയുണ്ടായി. രാജാവ് ഭടന്മാരോടും സൈന്യത്തോടും കൂടി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും പ്രജയായിരിക്കുന്ന, അതിൽ ഏറ്റവും താഴ്ന്നവനായിരിക്കുന്ന ഇരുമ്പ് പണിക്കാരൻ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. പക്ഷേ അയാൾ അങ്ങനെ ചെയ്തില്ല. കാരണം അയാൾ താൻ നിർമ്മിക്കുന്ന അസ്ത്രത്തിൻ്റെ മൂർച്ചയിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തിയിരിക്കുക. അപ്പോൾ ആ ഏകാഗ്രത എന്ന് പറയുന്നത് സത്വഗുണമാണ്. ബാഹ്യ വിഷയങ്ങളിലേക്ക് കണ്ണു പോകുന്നില്ല, മനസ്സ് പോകുന്നില്ല, ബുദ്ധി പോകുന്നില്ല. സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തന് ആത്മവസ്തുവിൽ മാത്രം മനസ്സിനെ ഏകാഗ്രമാക്കണം. അങ്ങനെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ മാത്രമേ നമ്മുടെ സാധന പുരോഗമിക്കുകയുള്ളൂ. അപ്പോൾ അമ്പുണ്ടാക്കുന്ന ഇരുമ്പ് പണിക്കാരൻ്റെ ഏകാഗ്രത സാധന ചെയ്യുന്ന ഭക്തനും ആത്മവസ്തുവിൽ ഉണ്ടാകണം എന്നുള്ള പാഠമാണ് പഠിച്ചത്. മറ്റൊരു പാഠം പഠിച്ചത് സർപ്പത്തിൽ നിന്നാണ്. സർപ്പത്തിന് സ്വന്തമായിട്ട്, പാമ്പുകൾക്ക് സ്വന്തമായിട്ട്, പാട്ടിലുണ്ടാവും പാമ്പുകൾക്ക് മാളമുണ്ടെന്ന്, പക്ഷെ സർപ്പത്തിന് സ്വന്തമായിട്ട് ഒരു മാളമില്ല. മറ്റുള്ളവ ഉണ്ടാക്കുന്നതായിരിക്കുന്ന മാളത്തിലും പൊത്തുകളിലും കല്ലുകളുടെ ഇടയിലും മറ്റു പല സ്ഥലങ്ങളിലും എവിടെയാണോ സൗകര്യം കിട്ടുന്ന ആ സൗകര്യമുള്ള സ്ഥലത്ത് ഇരിക്കുകയും മുട്ടയിടുകയും വിരിയുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആയിരിക്കണം യോഗികളും. അവർ സ്വന്തമായിട്ട് ഒരു സ്ഥാനമുണ്ടാക്കി അവിടെ സ്ഥിരമായിട്ട് ഗൃഹസ്ഥനെ പോലെ ഇരിക്കരുത് എന്നാണ്. ഇപ്പോൾ അത് പറഞ്ഞാൽ ഭക്തന്മാർക്ക് ഇഷ്ടപ്പെടുകയില്ല. ആശ്രമത്തിലൊക്കെ വരുന്ന ഭക്തന്മാർക്ക് എന്തൊക്കെ സുഖസൗകര്യങ്ങൾ ആശ്രമത്തിലുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് പൈസ തരും, ഉപദേശിക്കും, നമുക്ക് ഗസ്റ്റ് റൂമുകൾ പണിയാം, പുതിയ പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്താം. അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന, നല്ല സുഖസൗകര്യങ്ങൾ താമസിക്കുന്ന ഒരു ഭക്തന് ആശ്രമത്തിൽ വന്നാലും അതേ സുഖസൗകര്യങ്ങളൊക്കെ വേണ്ടേ എന്നറിയാതെ സന്യാസിമാരായ ഞങ്ങളും ചിന്തിച്ചു പോകും. അതുപോലെ സ്വാമിമാരും ഒക്കെ വരുമ്പോഴും വിചാരിക്കും ഇവിടെ എന്ത് സൗകര്യമാണ് സ്വാമിയുള്ളത്, എല്ലാ സൗകര്യങ്ങളും ഒക്കെ വേണ്ടേ എന്ന് വിചാരിക്കും. നമ്മളങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഏത് സൗകര്യമാണോ ഈശ്വര സാധനയ്ക്ക് നമുക്കുള്ളത്, ഉറങ്ങിയാൽ എല്ലാവരും ഒന്നുപോലെ, മരിച്ചാൽ എല്ലാവരും പിന്നെ വ്യത്യാസമില്ല. അതുപോലെ സ്വന്തമായിട്ടൊരു വാസസ്ഥാനം നമുക്ക് ആവശ്യമില്ല. പക്ഷികളെ നോക്കൂ, അത് മുട്ടയിടാൻ താൽക്കാലികമായിട്ടൊരു കൂടുണ്ടാക്കും. ആ കൂട്ടിൽ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് കിളിക്കുട്ടികളായി പറന്നു പോയി കഴിയുമ്പോൾ അത് കൂട് ഉപേക്ഷിച്ച് പോകും. അതുപോലെയാണ് സന്യാസിമാരും. സാധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരിടം, അവിടെ ഇരുന്ന് ഈ ശരീരം കൊണ്ട് സാധന ചെയ്യുക, ആത്മാന്വേഷണം നടത്തുക, അതുപോലെയുള്ളൂ ഈ ശരീരം. നമുക്കെപ്പോഴാണോ ഈ ശരീരത്തിൻ്റെ ഉപയോഗം തീരുന്നത് പിന്നെ ഇത് സൂക്ഷിച്ചു വെക്കാറില്ല. അതുപോലെ കൃത്യമായിട്ടിരിക്കുന്ന ഒരു വാസസ്ഥലങ്ങളും സമ്പത്തുകളും ഒന്നും ഒരു യോഗി അല്ലെങ്കിൽ ഒരു സാധകൻ, ഒരു സത്യാന്വേഷി ഉണ്ടാക്കുകയും മോടി പിടിപ്പിക്കുകയും ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് സർപ്പത്തിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ്.
മറ്റൊന്ന് പഠിച്ചത് പ്രധാനമായൊരു കാര്യം പ്രപഞ്ച സൃഷ്ടി എങ്ങനെയായിരിക്കണമെന്നുള്ള ചിന്ത. പണ്ട് തൊട്ടേ നമ്മുടെ ഗുരുക്കന്മാർക്കുള്ളതാണ് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി. അതിന് ദൃഷ്ടാന്തമായിട്ട് വേദാന്ത ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് ഒരു എട്ടുകാലിയുടെ ഉദാഹരണമാണ്. അതും ആ ഉദാഹരണം തന്നെയാണ് ഈ ഭാഗവതത്തിലും പറയുന്നത്. എട്ടുകാലി തൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നതായ പശ കൊണ്ട് ഒരു വല നെയ്യുന്നു. ആ വലയിലൂടെ അത് സഞ്ചരിക്കുന്നു. അതുപോലെ ഈശ്വരൻ്റെ തന്നെ പ്രതിഭാസമാണ് ഈ പ്രപഞ്ചം. ഈശ്വരനിൽ നിന്ന് വേറിട്ട ഒന്നല്ല ഈ പ്രപഞ്ചം. ഈശ്വരൻ തന്നെ തൻ്റെ ഇച്ഛ കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിച്ചു. അപ്പോൾ പ്രപഞ്ച സൃഷ്ടി ഈശ്വരൻ്റേതാണ്, അത് ഈശ്വരൻ്റെ പ്രതിഭാസമാണ്. എങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാണ് ഈശ്വരൻ്റെ ഇച്ഛ മാത്രം. ഈക്ഷത്യധികരണം എന്നും പറഞ്ഞൊരു അധികരണമുണ്ട് ബ്രഹ്മസൂത്രത്തിൽ. അതിൽ പറയുന്ന ഈശ്വരൻ പ്രപഞ്ചമായി തീരട്ടെ എന്ന് വിചാരിച്ചു. ആ വിചാരത്തിൽ നിന്ന് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായി. ഏകനായിരിക്കുന്ന ഈശ്വരൻ താൻ അനേകമായി തീരട്ടെ എന്നുള്ള ഈശ്വരൻ്റെ ആ വിചാരമാണ് ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യപൂർണമായ ഓരോന്നും ഉണ്ടായത്. വാസ്തവത്തിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ആത്മാവ് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണോ എട്ടുകാലി തൻ്റെ തന്നെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പശ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അതുപോലെ ഈശ്വരനും തൻ്റെ തന്നെ ഇച്ഛ കൊണ്ട് ഈ പ്രപഞ്ചത്തെ തൻ്റെ പ്രതിഭാസമാക്കി എന്നാണ് എട്ടുകാലിയിൽ നിന്നും പഠിച്ചത് എന്നാണ്. മറ്റൊരു ദൃഷ്ടാന്തം പഠിച്ചത് ഒരു വേട്ടാളനാണ്. മറ്റൊരു പറവയുടെ പുഴുവിനെ പിടിച്ചിട്ട് മണ്ണുകൊണ്ടൊരു കൂടുണ്ടാക്കി ആ കൂട്ടിൽ വയ്ക്കുകയും എന്നും അത് അടച്ചു വയ്ക്കുകയും എന്നും ചെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ദ്വാരം തുറന്നിട്ട് ശക്തമായിട്ട് തൻ്റെ സ്വരം അതിനെ കേൾപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വേട്ടാളനെ ഭയക്കുന്നതായ ഉള്ളിലിരിക്കുന്ന പുഴു ഇതിനെ ഭയന്ന് വിചാരിച്ച് ആ രൂപം തന്നെ കൈക്കൊള്ളും. ഭാഗവതത്തിലറിയാം, കംസൻ എപ്പോഴും ഭഗവാനെ വിചാരിച്ച് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സദാ എപ്പോഴും വിചാരിച്ചുകൊണ്ട് ഉള്ളിൽ എവിടെയും ഭഗവാന്റെ ആ സ്വരൂപം തന്നെയായി കണ്ടുപോകും. ഈ ഉള്ളിലിരിക്കുന്ന പുഴുവും വേട്ടാളനെ വിചാരിച്ചൊരു വേട്ടാളനായി തീരുന്നു എന്നതുപോലെ നമ്മളും സദാ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുകയും വിചാരിക്കുകയും പഠിക്കുകയും നിരന്തരമായിരിക്കുന്ന അഭ്യാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വഴി നമ്മളും ആത്മാവ് തന്നെയായിത്തീരും. ആത്മവസ്തുവിനെ അറിയുവാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ സഗുണമായിരിക്കുന്ന ഉപാസനയാണ് നാം ചെയ്യുന്നതെങ്കിലും നിരന്തരമായ അഭ്യാസത്തിലൂടെ ആ സഗുണ സ്വരൂപത്തിൻ്റെ അവസ്ഥ നമുക്കുമുണ്ടാകും എന്ന് ഒടുവിൽ പറയുകയാണ്. പ്രധാനമായിട്ട് എനിക്ക് ഗുരുവായി തീർന്നത് എൻ്റെ ഈ ശരീരമാണ്. എന്താണ്? ഈ ശരീരത്തിന് രണ്ട് രീതിയിലാണ്. എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം ഈ ശരീരമാണ്, മോക്ഷത്തിനും കാരണം ഈ ശരീരമാണ്. ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളിലെല്ലാം വ്യാപൃതമായിക്കൊണ്ട് അവയെ അനുഭവിച്ചുകൊണ്ട് അവയിൽ നിന്നുണ്ടാകുന്ന സുഖഫലവും ദുഃഖഫലവും അനുഭവിക്കുന്നതും ഈ ശരീരമാണ്. അതേസമയം തന്നെ ഈ വിഷയപദാർത്ഥങ്ങളെല്ലാം അനിത്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവയിൽ നിന്ന് അന്തർമുഖമായി പ്രവർത്തിച്ച് ആത്മസാധന അനുഷ്ഠിച്ചുകൊണ്ട് പരമമായ സത്യത്തെ മോക്ഷത്തെ പ്രാപിക്കുവാൻ സഹായിക്കുന്നതും ഈ ശരീരം തന്നെ. അതുകൊണ്ട് രണ്ട് രീതിയിലും ഈ ശരീരം എനിക്ക് ഉപയോഗപ്രദമാണ് എന്നതുകൊണ്ട് ഈ ശരീരവും എൻ്റെ ഒരു ഗുരുവാണെന്ന് അവധൂതൻ പറയുക. പിന്നെ മനുഷ്യ ശരീരത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പറയുന്നു. ദുഃഖത്തിന് കാരണം ശരീരമാണ് എന്നതുകൊണ്ട് ശരീരം നികൃഷ്ടമാണ് എന്നുകൊണ്ട് തള്ളിക്കളയുകയല്ല. അനേക ജീവിതങ്ങൾ ജീവന്മാർ ഈ ഭൂമിയിലുണ്ട്. അങ്ങനെ അനേക തരത്തിലുള്ള അണ്ടജം, ഉദ്ഭിജം, സ്വേദജം, ജരായുജം എന്ന 4 രീതിയിൽ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെയൊക്കെ തിരിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് മനുഷ്യൻ്റെ ശരീരമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. മനുഷ്യന് മനനം ചെയ്യുവാൻ സാധിക്കും. ഗുരുവിൻ്റെ ഉപദേശപ്രകാരം സാധന ചെയ്യുവാൻ പറ്റും. ആ സാധനയിലൂടെ ജീവൻ്റെ പരമമായ അവസ്ഥയെ പ്രാപിക്കുവാൻ ചെയ്യും. ചതുർവിധ പുരുഷാർത്ഥങ്ങളും സാധിക്കാൻ പറ്റും. മോക്ഷത്തിലൂടെ ദുഃഖനിവൃത്തി ഉണ്ടാകും. അതിനെല്ലാം മനുഷ്യ ശരീരം കൊണ്ടേ സാധിക്കുകയുള്ളൂ.
അപ്പം അനേക ജന്മാന്തരങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ മനുഷ്യ ശരീരം പുണ്യത്തിൻ്റെ ഫലമാണ്, മഹത്വമേറിയതാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഭഗവാനെക്കുറിച്ച് വിചാരിക്കാതെ കഴിയുക, മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക, മോക്ഷം നേടാതെ പോവുക, ഇതൊക്കെയാണ് ഏറ്റവും കഷ്ടവും ദുഃഖപൂർണവുമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം, എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണമായി ഈ ശരീരം തന്നെയാണ് എൻ്റെ നിത്യമായ മുക്തിക്കും കാരണമായി തീരുന്നത് എന്നും, ഈ ശരീരം കൊണ്ട് ഞാൻ ദുഃഖത്തെയാണോ നേടേണ്ടത്, മോക്ഷത്തെയാണോ നേടേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് മോക്ഷത്തെ തന്നെ, മുക്തിയെ തന്നെ നേടുവാൻ ഈ ശരീരം കൊണ്ട് പ്രയത്നിക്കണം എന്നും മനസ്സിലാക്കി. അപ്പോൾ ഈ ദേഹത്തിൽ തന്നെ ഇരിക്കുന്ന ആത്മാവിനെ ഈ ദേഹത്തിലിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ പ്രപഞ്ചത്തിലെ പല പദാർത്ഥങ്ങളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചതോടുകൂടി സന്തുഷ്ടനായി എന്ന്, മറ്റ് ജീവജാലങ്ങളിൽ നിന്നും ഭിന്നമായിട്ട് തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒന്നിനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈശ്വരൻ്റെ സന്തോഷത്തിന് കാരണം. ആ മഹത്തായ സൃഷ്ടിയെ നമ്മുടെ ആരോഗ്യമുള്ള അവസ്ഥയിൽ പ്രയോജനപ്രദമാക്കണം. ആരോഗ്യമുണ്ടായിട്ടും ആത്മാവിനെ അറിയുവാൻ ആഗ്രഹിക്കാതെ, മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കാതെ ജീവിക്കുന്നത് നഷ്ടമാണ്. അങ്ങനെ ഒരു നഷ്ടജീവിതത്തിലേക്ക് നാം പോകാതെ ജീവിതം പുണ്യമാക്കുവാൻ, പരിപൂർണമാക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ ആദ്യം സ്വീകരിക്കേണ്ടത് ഗുരുവിൻ്റെ ഉപദേശമാണ്. ഏതൊരു രീതിയിലുള്ള ഗുരുവിൻ്റെ ഉപദേശവും നമുക്ക് സാധനയ്ക്ക് ഗുണകരമായി തീരും. നേരത്തെ പറഞ്ഞ 3 തരത്തിലുള്ള അതിലാരാണോ പരമമായ സത്യത്തെ അറിയുവാൻ നമ്മളെ സഹായിക്കുന്നത്, അതാണ് ശ്രേഷ്ഠനായിരിക്കുന്ന കാരണഗുരു. ഉത്തമനായ ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നിടം വരെ നമുക്ക് എല്ലാവിധമായ പരീക്ഷണങ്ങളും ചെയ്യാമെന്നാണ്. ഒരു ഗുരുവിനെ നാം തിരഞ്ഞെടുക്കുമ്പോൾ പരീക്ഷിച്ച് വേണം ആ തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ലോകത്ത് ഗുരുക്കന്മാരാണ് കൂടുതൽ, ശിഷ്യന്മാർ വളരെ കുറവാണ്. ആർക്കും ശിഷ്യന്മാരാകുവാൻ താല്പര്യമില്ല, എല്ലാവർക്കും ഗുരു ആയാൽ മതി എന്നാണ്. പക്ഷെ നമ്മൾ ശിഷ്യനാകുന്നതോടുകൂടി അനുശാസിക്കപ്പെടുവാൻ, സ്വന്തം സാധനയിലൂടെ ഇന്ദ്രിയ നിഗ്രഹം വന്ന ഗുരു തൻ്റെ ജീവിത അനുഭവങ്ങളെ നിന്ന് ഊറിക്കൂട്ടിയെടുത്ത കാര്യങ്ങൾ ശിഷ്യനെ ഉപദേശിക്കുവാൻ ശേഷിയുള്ളതായിരിക്കുന്ന ഗുരു, ആ ഉപദേശത്തെ ഉൾക്കൊള്ളുവാൻ കഴിവുള്ളതായിരിക്കുന്ന ശിഷ്യൻ, 2 പേർക്കും യോഗ്യത വേണമെന്ന്. 2 പേരും സാധന ചതുഷ്ടയ സമ്പന്നനായ ശിഷ്യനും ആത്മജ്ഞാനിയായ തത്വജ്ഞാനിയായ ഇന്ദ്രിയ നിഗ്രഹം വന്ന പരമാത്മസ്വരൂപനായിരിക്കുന്ന ഗുരുവും തമ്മിലുള്ള ചേർച്ചയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ചേർച്ചയെന്ന്. ഈ വിധമായി ലോകത്തിൽ താൻ കണ്ട ഓരോന്നിലും നിന്നും ഓരോ സാധകനും ആവശ്യമായിരിക്കുന്ന പാഠങ്ങളെ സാധനയ്ക്ക് വേണ്ടിയിട്ട് ഉൾക്കൊള്ളണമെന്ന്. ഇപ്പോൾ ലോകത്തിൽ നമ്മൾ പലതും കാണും, അതിൽ ഉൾക്കൊള്ളാവുന്നതും ഉൾക്കൊള്ളരുതാത്തതുമുണ്ട്. അവയെ തിരിച്ചറിയുവാനുള്ള വിവേകമാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ലളിതമായിട്ട് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സാധന അവസരങ്ങളിലും ഓരോ നിമിഷവും നാം കാണുന്ന ഗുരുക്കന്മാരിൽ നിന്ന്, വസ്തുക്കളിൽ നിന്ന്, കുടുംബ അംഗങ്ങളിൽ നിന്ന്, ഇപ്പം നവമാധ്യമ വാർത്തകളിൽ നിന്ന് ഒക്കെ ഇതിലേതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, ഏതാണ് ഞാൻ ത്യജിക്കേണ്ടത് എന്ന കൃത്യമായിരിക്കുന്ന ബോധവും തിരിച്ചറിവും ഒരു സാധകനുണ്ടായിരിക്കണം. രണ്ടാമതായി, ലോകത്ത് അനേക തരത്തിലുള്ള വിഷയപദാർത്ഥങ്ങളും അവയുടെ അനുഭവങ്ങളും അവയുടെ വിഭ്രാന്തികളുമെല്ലാം ഉണ്ടാകുമ്പോഴും എൻ്റെ മനസ്സിനെ, ബുദ്ധിയെ ഞാൻ ഈശ്വരാഭിമുഖമാക്കി നിർത്തണം. എൻ്റെ സാധനയാണ് എനിക്ക് ഏറ്റവും വലുത്.
മറ്റൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല എന്ന കൃത്യമായിരിക്കുന്ന ഉറപ്പ് നമുക്ക് വേണം. ഏറ്റവും വലിയ ധീരത, ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ പരിശ്രമം, ഏറ്റവും വലിയ ത്യാഗം നാം അനുഷ്ഠിക്കേണ്ടത് ആത്മീയ സാധനയിലാണ്. പലപ്പോഴും അത് നമ്മൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കാര്യമാക്കി മാറ്റിവെക്കുന്നതാണ് നമ്മുടെ സാധനയ്ക്ക് പൂർണ്ണത ഉണ്ടാകാത്തതിന് കാരണം. മഹത്തായ ഒരു ആശ്രമ സന്നിധിയിൽ എത്തിച്ചേർന്ന് എല്ലാ വർഷവും ഈ സത്സംഗങ്ങൾ കേൾക്കുകയും പരമമായ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും തൃപ്പാദങ്ങളിൽ എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നു. പൂജനീയ ഭൂമാനന്ദ സ്വാമിജി തൃപ്പാദങ്ങൾക്ക് നമസ്കാരം. ഇവിടുത്തെ ഭക്തന്മാർക്ക് നമസ്കാരം. ഈശ്വരൻ്റെ കൃപാകടാക്ഷ വീക്ഷണങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം ഹരി.